ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നിമോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഭയങ്കര തിരക്ക് പിടിച്ചൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ മാർക്കറ്റിൽ പോയതിന് കുറച്ച് മീനും കുറച്ച് ചിക്കനും ബീഫും എല്ലാം വാങ്ങാനുണ്ട്. കാരണം ഇന്ന് നാത്തൂൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ വിരുന്നിന് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് രാവിലെ തന്നെ പ്ലാത്ര മാർക്കറ്റിലാണ് കേട്ടോ പോയിന്. അപ്പോൾ ഉച്ചക്കേക്ക് കുറച്ച് മീൻ വാങ്ങിയിട്ടുണ്ട്. അതിന് CD മുള്ളനാണ് കേട്ടോ കിട്ടീന്. അപ്പോൾ ഞാൻ കുറേ ആയി വിചാരിക്കുന്നു CD മുള്ളൻ കഴിക്കാമെന്ന്. എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് നോക്കണം. പിന്നെ കുറച്ച് ബീഫും കുറച്ച് ചിക്കനും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്തെങ്കിലും ഒരു വെറൈറ്റി റെസിപ്പി ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ പറ്റുമോയെന്ന് അറിയില്ല. അങ്ങനെ രാവിലെ തന്നെ പ്ലാത്ര മാർക്കറ്റിൽ പോയിട്ട് അതെല്ലാം വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിനി. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ദോശയും കടലക്കറിയെല്ലാം കഴിച്ചിട്ടുണ്ടായിനി. പിന്നെ ഇത് നമ്മളെ ഒരു ബന്ധു ഹർത്താൽ ഉണ്ടായ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞാൻ എഡിറ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റായി പോയിനി, അതാണ് ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം ദോശയും കടലക്കറിയിലും കഴിച്ചു. പിന്നെ നല്ല മാങ്ങ ഉണ്ടായിട്ടോ. അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ കുഞ്ഞുമംഗലം മാങ്ങ നല്ലോണം ആവലുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഒന്നും ആവുന്നുണ്ടായില്ല. മരമെല്ലാം കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ കൊമ്പെല്ലാം മുറിച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഒരു 3-4 എണ്ണം അതിൻ്റെ മുകളിലുണ്ടായിന്. അത് നമ്മൾ 2 എണ്ണം പറിക്കാൻ കിട്ടീന്. അപ്പോൾ അത് ഉപ്പിട്ട് കൂട്ടി തിന്നേന്ന് നല്ല പുളിയുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുണ്ട്. നല്ലോണം മൂത്തിട്ടുണ്ട്, പക്ഷെ നല്ല പുളിയുണ്ട്. ഈ കുഞ്ഞുങ്ങളെ മാങ്ങ പഴുത്താലും ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ അറിയാം നിങ്ങൾക്ക് നല്ല പുളിയുണ്ടെന്ന്. അപ്പോൾ നല്ല പുളി ഉണ്ടായിട്ടാ. പക്ഷെ അത് ഉപ്പും കൂട്ടി തിന്നാൻ ഭയങ്കര രസമാണ്. എനിക്ക് മുളക് പൊടി ഇട്ടിട്ട് തിന്നാൻ ഇഷ്ടമല്ല, അതുകൊണ്ട് ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അങ്ങനെ അതെല്ലാം കഴിച്ചിട്ടുണ്ടായിന്. നമ്മൾ കൊക്കേനെ കൊണ്ട് പറിച്ചതാണ് കേട്ടോ. ഒന്നും കിട്ടുന്നുണ്ടായിട്ടില്ല. ആകെ ഒരു 3-4 എണ്ണേ ഉണ്ടായിട്ടുള്ളൂ. അപ്പം അങ്ങനെ ഇന്ന് 2 എണ്ണം പറിക്കാൻ കിട്ടീനി. അപ്പം അമ്മ CD മുള്ളനെല്ലാം മുറിച്ച് തന്നിട്ടുണ്ടായിനി. അപ്പം ഞാൻ വിചാരിച്ചു അത് പൊരിക്കുക, കറി വെക്കാൻ. അതെങ്ങനെയാണ് കറി വെച്ചാൽ ടേസ്റ്റ് എന്ന് അറിയില്ല. അപ്പോൾ പൊരിച്ചാൽ ടേസ്റ്റ് ഉണ്ടാവുമോ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിനെല്ലാം ഞാൻ വെരുകി വെച്ചു. പിന്നെ അതിൻ്റെ മസാല തയ്യാറാക്കിനി. മസാല എങ്ങനെ വെച്ചാൽ ഉപ്പും നമ്മളെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് നാരങ്ങ നീരയും കുരുമുളക് പൊടിയെല്ലാം ഇട്ടിട്ടുള്ളൊരു മസാലയാണ് കേട്ടോ ആക്കിയിട്ടുണ്ടായിന്. അപ്പം ഈ എരിവില്ലാത്ത മുളക് പൊടി ഉണ്ടെങ്കിലേ ഈ പൊരിക്കുന്നതിന് നല്ല കളർ ഉണ്ടാവുമല്ലോ. എൻ്റെ അടുത്ത് എരിവില്ലാത്ത മുളക് പൊടി കുറച്ചേ ഇല്ലൂ. അതുകൊണ്ട് മസാല ഭയങ്കര കുറച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഈ മുള്ളൻ്റെത്. അപ്പോൾ ഇത് നോക്കാം. അമ്മ പറഞ്ഞു ഇത് അത്ര ടേസ്റ്റ് ഇല്ലാത്ത മീനാണെന്ന്. വാങ്ങിയിട്ട് ഞാൻ പറ്റിക്കപ്പെട്ടോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിനി. കാരണം ഇതത്ര നമ്മളെ മറ്റേ മുള്ളനെ പോലെ അത്ര ടേസ്റ്റ് ഇല്ലയെന്ന് ഉണ്ടാവില്ല എന്ന് അച്ഛനും അമ്മയിലും പറയുന്നുണ്ടായിന്. അപ്പം ഞാൻ അതിന് മസാലയിലും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചാൽ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ടേസ്റ്റ് കിട്ടുമെന്ന് നോക്കാം നമുക്ക്. അങ്ങനെ ഞാൻ മസാലയിൽ പിന്നെ അതിന് കഷ്ണാക്കാനൊന്നും നിന്നില്ല, അങ്ങനെ തന്നെ പൊരിക്കുക ഇതിന് കേട്ടോ. അപ്പം മസാലയിൽ നല്ലോണം പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഉച്ചക്ക് എടുത്തിട്ട് പൊരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സാധനമെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് പൊരിച്ചിട്ട് വേണം ഇന്ന് ഉച്ചയ്ക്ക് ചോറുണ്ണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ കുറേ സമയം ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ച് വന്നിട്ട് ഉച്ചയാവാനാകുമ്പോഴാണ് എടുത്തിട്ടുണ്ടായിന് പുറത്തേക്ക്. അപ്പം അതിനെ പൊരിക്കാൻ വെച്ചു. അങ്ങനെ നമ്മളെ CD മുള്ളൻ പൊരിച്ചതും നല്ല പച്ചക്കായ ഉപ്പേരിയും പയറ് കറിയാണ് കേട്ടോ ഇന്ന് ഉച്ചയ്ക്ക് ചോറുണ്ടായിന്. വേഗം ചോറുണ്ട് എണീക്കണം, എന്നിട്ട് വേണം വൈകുന്നേരത്തെ പരിപാടി നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം നാത്തൂൻ്റെ ഭർത്താവെല്ലാം ആദ്യമായിട്ടാണ് കല്യാണം കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ അവർക്ക് ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ എന്താ ഉണ്ടാക്കുമെന്ന് വിചാരിച്ച ചോറും നെയ്ച്ചോറെല്ലാം എപ്പോഴും കഴിക്കുന്നില്ലേ ബിരിയാണിയിലും. അപ്പോൾ വെറൈറ്റി ആയിട്ട് ദോശയും ചപ്പാത്തി ആക്കാം. അപ്പം നല്ല ചിക്കൻ ഒരു പെരട്ടും പിന്നെ നല്ലൊരു ബീഫ് ഒരു കറിയും വെക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിനി. ഞാൻ അന്നൊരിക്കൽ ഒരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിനി. അപ്പോൾ ഏകദേശം അതുപോലെ ഞാൻ വെക്കാൻ വിചാരിച്ചിനി. അപ്പം ആ പണിയെല്ലാം ഉണ്ട് അത്ര. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ വേഗം ചോറ് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇന്നത്തെ കറി ഉണ്ടായിന്. പപ്പടവും കൂടി ഉണ്ടായിട്ടാ. CD മുള്ളൻ പറഞ്ഞതുപോലെ അമ്മ പറഞ്ഞതുപോലെ അത്ര അങ്ങ് ടേസ്റ്റ് ഉണ്ടായിട്ടില്ല. എനിക്ക് വലിയ ഇഷ്ടമൊന്നും ആയിട്ടുണ്ടായിട്ടില്ല പൊരിച്ചത്. അപ്പോൾ നമ്മളിനി വൈകുന്നേരത്തെ പണി തുടങ്ങലായി. ഏട്ടൻ നല്ല വൃത്തിക്ക് എല്ലാ കഷ്ണങ്ങളും വേഗം മുറിച്ച് തരും കേട്ടോ. ഉള്ളിലും നല്ല സ്പീഡിൽ മുറിച്ച് തരും. എനിക്ക് അത്ര സ്പീഡിൽ അങ്ങ് അരിയാനൊന്നും പറ്റില്ല. അപ്പം ഏട്ടൻ അതെല്ലാം മുറിച്ച് തന്നു. അമ്മയും പിന്നെ കുറേ സഹായിച്ചിട്ടുണ്ടായിനി. അപ്പോൾ ബീഫെല്ലാം ഞാൻ കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി എല്ലാ മസാലയും മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം ഇട്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും സവാളയും ഉള്ളി എല്ലാം ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വെച്ചു കേട്ടോ. അന്നാക്കിയ പോലെ തന്നെ ഞാൻ ആക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 10 വിസിലടുപ്പിച്ചിനി കുക്കറിൽ. അപ്പം 10 വിസിലാകുമ്പോഴേക്ക് ബീഫ് നല്ലോണം വെന്തിട്ടുണ്ടായിനി. പിന്നെ മസാലയിലും കുറച്ചെല്ലാം വഴറ്റിയിട്ട് അതെടുത്ത് തിളപ്പിച്ചു. ആ വേവിച്ചത് അങ്ങ് എടുത്ത് തിളപ്പിക്കാൻ. ഈ വെള്ളം നല്ലോണം വറ്റണം. വറ്റി കുറുകിയാലേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ബീഫ് കുറച്ച് നേരത്തെ
ഉണ്ടാക്കി വെച്ചാലാണ് പിന്നെ കഴിക്കാനുള്ള ടേസ്റ്റ് കൊണ്ട് ഞാൻ ബീഫ് കുറച്ച് നേരത്തെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിന്. പിന്നെ ചിക്കൻ്റെ പണി ഏട്ടനെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അവർ വൈകുന്നേരം വരുമ്പോഴേക്ക് എന്തെങ്കിലും ഒരു തണുത്ത ജ്യൂസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ ഈ ചൂടിന് വത്തക്കയാണ് നല്ലത് എന്ന് വിചാരിച്ചു. അപ്പോൾ വത്തക്ക ജ്യൂസ് അടിക്കുന്നില്ല, അതിങ്ങനെ മുറിച്ചിട്ട് അതിൽ ഐസെല്ലാം ഇട്ടിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏട്ടൻ ഞാൻ പറഞ്ഞില്ലേ നല്ലൊരു കട്ടറാന്ന് എൻ്റെ ഏറ്റവും വലിയ കട്ടറാന്ന് കേട്ടോ. നല്ല വൃത്തിക്ക് എല്ലാ കഷ്ണങ്ങളും ഫ്രൂട്ട്സും എല്ലാം കട്ട് ചെയ്ത് തരും. നല്ല രസമാണ് മുറിക്കുന്നതാണ് വേണ്ടിയിട്ട്. അപ്പോൾ ഈ വത്തക്ക മുറിക്കുന്നതെല്ലാം ഏട്ടനാണ് കേട്ടോ. അപ്പോൾ ഇതൊരു വത്തക്ക ഇതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കണം. അവർ വരാനാകുമ്പോഴേക്ക് ഐസെല്ലാം ഇട്ടിട്ട് കുറച്ച് പഞ്ചസാരയിലിട്ട് മധുരമെല്ലാം ആക്കിയിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഈ വത്തക്ക മുറിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അവസാനം നിമോഷിന് ഈ മുറിച്ചത് കണ്ടിട്ട് ഓൾ വത്തക്ക തന്നിട്ടുണ്ടായിന്. കാരണം അതിങ്ങനെ നടുക്കേ കൂടെ 2 കഷ്ണാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിന്. അതുകൊണ്ട് ഇതൊരു എന്താ പറയുക ഒരു പാത്രം പോലെ ആയിട്ടുണ്ടായിന് കണ്ടു. അതുകൊണ്ട് ഓൾ അതാക്കി കളിക്കുന്നുണ്ടായിന് വത്തക്കയിലാക്കിയിട്ട്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും എൻ്റെ ബീഫ് നല്ലോണം വറ്റി വരണ്ടിട്ടുണ്ടായിന്. പിന്നെ ചിക്കനും ഏകദേശം അധികം ഗ്രേവി അല്ലാത്തൊരു റോസ്റ്റ് പരിവം തന്നെ ആക്കിയിട്ടുണ്ടായിന്. ചിക്കൻ ആക്കിയത് ഏട്ടനാണ് കേട്ടോ. അപ്പോൾ അവരെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളമെല്ലാം കൊടുത്തു. അപ്പോൾ ഇനി ഭക്ഷണം കഴിക്കലാന്ന്. അപ്പോൾ നല്ല കള്ളം ഒഴിച്ച പോലത്തെ നല്ല കുത്തു ദോശയായിട്ടുണ്ടായിന്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലെ പൂ പോലത്തെ ദോശയുണ്ടായിന്. അപ്പം ദോശയും ചിക്കൻ കറിയും പിന്നെ നമ്മളെ ബീഫ് കറി എല്ലാം കൂട്ടിയിട്ട് ബീഫ് റോസ്റ്റ് എന്ന് തന്നെ പറയാട്ടെ, നല്ലോണം വരട്ടി എടുത്തിട്ടുണ്ടായിന് അത്. അപ്പോൾ അതെല്ലാം കൂട്ടിയിട്ടാണ് ഇന്ന് ഉച്ചയ്ക്ക് ചോറുണ്ട്. പിന്നെ കുറച്ച് നെയ്ച്ചോറും കൂടി വെച്ചിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂട്ടി രാത്രി നല്ലൊരു ഡിന്നർ കഴിച്ചു. അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിൽ കാണുന്നവരെ ചേച്ചി ബൈ ബൈ. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ചേച്ചി ബൈ ബൈ.